ജലത്തിലേക്ക് ഇറക്കി വെച്ച് ജലത്തിൽ നിന്ന് ഉദ്ധാരണം നടത്തി. അതൊക്കെ ഈ സയൻസുമായിട്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെ ഒരു പ്രസവം നടക്കുന്നു, ഇതിൻ്റെ അതേ നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം ഉണ്ടോരണം. തളിപ്പറമ്പ് രാജരാജേശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ലോകക്ഷേത്രം ഒന്നേ ഉള്ളൂ. രാജാക്കന്മാരിൽ രാജാവാണ് അദ്ദേഹം. ഇതിന് ഒത്തിരി വകഭേദങ്ങൾ. ഗുരുവായൂരമ്പലം ഒരു കുടുംബക്ഷേത്രം മാത്രമായിരുന്നു. സൂര്യനെ എങ്ങനെയാണ് ഈ സ്ത്രൈണ ഭാവത്തിൽ പൂജിക്കുന്നത്? നിഷ്കളങ്ക ഭക്തിയോടുകൂടി വരുന്ന ഓരോ ഭക്തന്റെയും ശക്തിയാണ് ക്ഷേത്രം. അവിടെ ഗണപതി ഹോമത്തിന് മുമ്പിട്ട് സൂര്യൻ പ്രത്യക്ഷപ്പെടുമെന്നുള്ളൊരു ഐതിഹ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ ശൈലിയിലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ ഈ അടിസ്ഥാന ശങ്കരാചാര്യ സ്വാമിയുടെ നിർദ്ദേശാനുസരണമുള്ള പൂജാക്രമം നമ്മളിപ്പോൾ അവലംബിക്കുന്നത്. എവിടെ അവിടെയൊക്കെ അപ്പം മുമ്പ് പറഞ്ഞ കാര്യം നമ്മൾ പറയേണ്ടി വരും. അതായത് ഒരു ലേബർ റൂമാണ് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ തലേ ദിവസം ഒരു ലേബർ റൂം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ധ്യാനാധിവാസം എന്നാണ് അതിൻ്റെ ആ ഒരു പേര്. അതായത് ഈ അച്ഛനാവുന്നതും അമ്മയും അച്ഛന് മാത്രം പിതൃസ്ഥാനി എന്നല്ല തന്ത്രിയെ പറയേണ്ടത്, രണ്ടും ചേർന്നതാണ്. ഈ ശരീരത്തിൽ നിന്നുമാണ്, തന്ത്രി എന്ന് പറഞ്ഞ ആ വ്യക്തിയിൽ നിന്നുമാണ് ഈ ദേവൻ്റെ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്നത്. പ്രതിഷ്ഠയേക്കായാലും പ്രാധാന്യം അർഹിക്കുന്നു തലേ ദിവസമുള്ള ആ ശയ്യയിൽ കിടത്തിയിട്ട് ഒരു ശയ്യ നിർമ്മിച്ച് അതിനകത്തേക്ക് ഈ ബിംബത്തെ, അതിന് മുമ്പുള്ള ഒത്തിരി ആചാരക്രമമുണ്ട്. എവിടെയോ കിടന്നിരുന്നൊരു ശില്പി രൂപഭംഗി വരുത്തി ഏത് ദേവനാണോ, ഏത് ഭാവത്തിലാണോ, ബീഭൽ സാത്വികമാണോ, താമസമാണോ, നരസിംഹം, ഏത് ദേശീയഭാവമാണോ, അല്ലെങ്കിൽ ആ ഭാവത്തെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ക്രമം അനുസരിച്ച്, പ്രമാണം അനുസരിച്ചിട്ടുള്ള നിർമ്മാണമൊക്കെ കഴിഞ്ഞാൽ കണ്ണിന് സ്ഥാനം നിർണയിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്ത്രിയാണ് ചെയ്യുന്നത്. ഈ ശില്പം കൊത്തുന്നത് വരെ തന്ത്രി ആയിരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ശില കണ്ടുപിടിക്കുക, അവിടെ മുതലേ തുടങ്ങുന്നു ഈ വ്യക്തിയുടെ നടപടിക്രമങ്ങളൊക്കെ ഓരോന്നും. ഇപ്പം ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ശില്പി കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ജലത്തിൽ കടത്തി ജലത്തിലേക്ക് ഇറക്കി വെച്ച് ജലത്തിൽ നിന്ന് ഉദ്ധാരണം നടത്തി. അതൊക്കെ ഈ സയൻസുമായിട്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെ ഒരു പ്രസവം നടക്കുന്നു, ഇതിൻ്റെ അതേ നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ ഉദ്ധാരണം നടത്തിയിട്ട് കണ്ണ് കീറി, നേത്രോന്മീലനം എന്ന് പറഞ്ഞൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് തേനിനകത്ത് സ്വർണ്ണ കമ്പി വെച്ച് കണ്ണ് തുറന്ന് നേത്രോന്മീലനം നടത്തി ശയ്യയെ കൊണ്ട് അതിന് അനുബന്ധമായിട്ട് അനവധി ക്രിയകളുണ്ട്. മന്ത്രത്തിനും വളരെ പ്രാധാന്യം. അത് തന്നെത്താനെ തന്ത്രിയും വിഗ്രഹവും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കൊണ്ട് കിടത്തിയതിന് ശേഷം ഈ ശരീരഭാഗങ്ങൾ ഓരോന്നും അതാത് മന്ത്രങ്ങളെ കൊണ്ട് ഉണ്ടാക്കി അതിനൊരു പൂർണ്ണ ജീവൻ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വളരെ വിശേഷപ്പെട്ടൊരു കർമ്മമാണ് പ്രതിഷ്ഠയുടെ തലേദിവസം രാത്രി നടക്കുന്നത്. ഇതിന് ശേഷം കിടത്തി ഉറക്കി പിറ്റേ ദിവസം ശക്തിയാകുന്ന പീഠം പ്രതിഷ്ഠിച്ച് അതിലേക്കാണ് ഈ വിഗ്രഹത്തെ ശരിയായിട്ടുള്ള ആ മുഹൂർത്തം, ഉത്തമ മുഹൂർത്തത്തിൽ സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം, നമ്മളുള്ളിടത്തോളം കാലം എന്നല്ല, സൂര്യനും ചന്ദ്രനും എന്നോ ഉണ്ടോ അന്നു വരെ ഈ ലോകത്തിന് അനുഗ്രഹ വർഷങ്ങൾ വർഷിക്കുമാറാകണമേ എന്നും ഉള്ള പ്രാർത്ഥനാ മന്ത്രത്തോടു കൂടിയാണ് ഈ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത്. അവിടെ വെച്ച് തീരുമാനിക്കുന്നു ഈ മനുഷ്യൻ്റേതായിട്ടുള്ള ആഹാരക്രമങ്ങൾ ഓരോന്നും. ആഹാരങ്ങൾ, ഒരു കുളി, ദേവാരം, ഇതൊക്കെ നിൽക്കുന്നതിന് പടിത്തരം എന്നൊരു പേര് കൊടുക്കും. അതായത് ഒരു ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള മര്യാദ, ഓരോ ഇന്ന സമയത്ത് നട തുറക്കണം, ഇന്ന സമയത്ത് അഭിഷേകാദികൾ, അതിന് ആ ഒരു ശൈലിയിൽ ഉണ്ടാക്കുന്ന അതിന് ശേഷമാണ്. ഇതുവരെ ചെയ്യുന്നത് തന്ത്രിയാണ്. അപ്പോഴാണ് ഇത് പിതൃസ്ഥാനീയനാവുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മേശാന്തി. അദ്ദേഹത്തിന് ദിവസവും ഈ കുഞ്ഞിനെ അവൻ്റെ സ്വന്തം കുഞ്ഞിനെ പരിപാലിക്കാനോ ഒന്നും അനവധി ക്ഷേത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് ഇപ്പോഴാണ് അനവധി ക്ഷേത്രങ്ങൾ. പണ്ട് അങ്ങനെയല്ല, വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങൾ, അങ്ങനെ അതിനും വകഭേദങ്ങൾ ഇഷ്ടം പോലെ. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം ഉണ്ടോരണം. തളിപ്പറമ്പ് രാജരാജേശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ലോകക്ഷേത്രം ഒന്നേ ഉള്ളൂ. രാജാക്കന്മാരിൽ രാജാവാണ് അദ്ദേഹം. ഇതിന് ഒത്തിരി വകഭേദങ്ങൾ. ഗുരുവായൂരമ്പലം ഒരു കുടുംബക്ഷേത്രം മാത്രമായിരുന്നു. പിന്നെ കാലക്രമത്തിൽ നമ്മൾ വിശ്വസിച്ച് വരുന്ന കുറേ അനവധി ഒരു ലക്ഷോപലക്ഷ ആൾക്കാർ, ഭക്തർ അവനവനിലുള്ള ഈശ്വരാംശത്തെ അതിനകത്തെ ലയിപ്പിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി വരുന്ന ആ ചൈതന്യം, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മഹാസത്യമുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക ഭക്തിയോടുകൂടി വരുന്ന ഓരോ ഭക്തൻ്റെയും ശക്തിയാണ് ക്ഷേത്രം. അങ്ങനെയാണ് ആ ചൈതന്യ വർധനം ഉണ്ടാവുന്നത്. അങ്ങനെ ആ രീതികളൊക്കെ ഇങ്ങനെ ഉത്തരം കൂടുന്നതും
നേരെ തിരിച്ചു വരുന്നതുമുണ്ട്. ഈ സൂര്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂര്യനെ എങ്ങനെയാണ് ഈ സ്ത്രൈണഭാവത്തിൽ പൂജിക്കുന്നത്? അത് രണ്ട് രീതിയിൽ പൂജിക്കുന്നവരുണ്ട്. ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും പൂജിക്കുന്നവരുണ്ട്. സൂര്യഗായത്രി എന്ന് പറഞ്ഞൊരു മുമ്പേ പറഞ്ഞു ഒരു സ്ത്രൈണഭാവത്തിൽ ഗണപതിയെയും ഒക്കെ സ്ത്രൈണഭാവത്തിൽ. ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു കാർമേഘത്തേക്ക് നോക്കിയിട്ടേ എനിക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഒരു കാറിൻ്റെ രൂപത്തിലാകാണെന്ന് വിചാരിച്ചോളൂ. താങ്കൾ കാണുമ്പോൾ അതൊരു പക്ഷേ ഒരു ബസ്സിൻ്റെ രൂപമാവാം എന്ന് വെച്ച് തോന്നുന്ന രീതിയിലൊക്കെ എല്ലാം ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ അങ്കുരിച്ച ഒരു ഇനി പ്രതിഷ്ഠയുടെ സമയം അത് വീണ്ടും ഒന്നുകൂടെ പറയേണ്ടി വരും. അതായത് ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നടക്കുന്ന സമയത്തെ ഈ ഇവരിൽ അങ്കുരിക്കുന്ന ആ ഒരു സ്വഭാവം പുതിയ ജീവനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് നല്ല സമയം നോക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾക്കൊക്കെ നല്ല മുഹൂർത്തം നോക്കുന്നുണ്ട്. നല്ല മനസ്സായിരിക്കണം, സമയം, അതിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. നല്ലൊരു ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അച്ഛൻ്റെ അമ്മയ്ക്കും ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ലല്ലോ, ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. നാളത്തെ വലിയൊരു ശാസ്ത്രജ്ഞനാവാം, വലിയൊരു ഭിഷഗ്വരനാവാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പന്ഥാവിൽ അവർ അഗ്രഗണ്യനാവണം. ഇതാണ് ഓരോ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അത് തന്നെ. അപ്പോൾ ഈ രണ്ട് വ്യക്തിഗതങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ളൊരു ജീവനെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ ലോകത്തിനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേണമെങ്കിൽ ഇതിന് നല്ല സ്വഭാവം വേണം. അതിനെന്ത് വേണം? നല്ല ഈ ശിവനും ഉമയ്ക്കും ഈ ശിവനും ശക്തിക്കും അതിൻ്റെ ആ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ അങ്കുരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശിവനും പാർവതിയും കാട്ടുവേഷത്തിൽ വന്നപ്പോഴാണല്ലോ അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? പാശുപതാസ്ത്രം അർജുനന് കൊടുത്തതും ഒക്കെ. ഇങ്ങനെ ഓരോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ഉപാസന ഒരു കാലഘട്ടത്തിൽ തോന്നിയിട്ടുള്ളൊരു ഭാവത്തെ അത് സ്ഥിരമായിട്ട് ഉപാസിച്ച് അത് സ്ഥായിയായിട്ടുള്ളൊരിതിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വരും പരമ്പരകൾ അത് നിലനിർത്തുകയും കൂടി ചെയ്താൽ പിന്നെ അതിന് ചിരപ്രതിഷ്ഠ അവിടെ ഉണ്ടാവുക അവിടെ ചെയ്യുന്നത്. അങ്ങനെയും ആവാൻ മേലായി ഒന്നുമില്ല. അവിടെ ഗണപതി ഹോമത്തിന് മുമ്പിട്ട് സൂര്യൻ പ്രത്യക്ഷപ്പെടുമെന്നുള്ളൊരു ഐതിഹ്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ദൈനംദിന ഗണപതി ഹോമത്തിൽ അവിടെ വിളക്ക് വയ്ക്കുക പതിവില്ല. എല്ലാവരുടെയും സൂര്യൻ്റെ പ്രകാശം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഈ ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് മറ്റുള്ള തന്ത്രിമാരുടെയും മറ്റുള്ള പാരമ്പര്യങ്ങൾക്കുമൊക്കെ ഗണപതി ഹോമം വളരെ വെളുപ്പിനെ കഴിയും. ഇന്ന നാഴികയ്ക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കഴിയും അവരുടെയൊക്കെ. ഇവിടെ അങ്ങനെയല്ല. സൂര്യൻ ആ സാക്ഷി. ആ വെളിച്ചത്തിൻ്റെ ആ മൂലഗണപതിയുടെ സ്ഥാനത്ത് ഒരു വിളക്ക് വയ്ക്കുന്നതിൻ്റെ ആ സ്ഥാനത്ത് സൂര്യൻ തന്നെയാണ് പ്രകാശവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ദൈനംദിനമുള്ള ഗണപതി ഹോമത്തിന് വിളക്ക് പതിക്കുക പതിവില്ല. മുത്തശ്ശൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മധ്യാഹ്നത്തിൽ ഏതാണ്ട് ഒരു 12 മണിയാവും ഒരു ദിവസത്തെ ഗണപതി ഹോമം കഴിഞ്ഞ് വരുമ്പോൾ. മറ്റൊന്നും മോശമായിട്ട് ഞാൻ പറയുന്നില്ല ഒരിക്കലും. ഓരോരുത്തർക്കും ആ പാരമ്പര്യത്തിൻ്റെ രീതിയിൽ നമ്മൾ അതിങ്ങനെ ചെയ്യുന്നത്. ഓരോ കുടുംബത്തിനും അവർക്ക് ഓരോ ഉപാസനാമൂർത്തികളുണ്ട്. ഇപ്പോൾ കല്ലൂരാമ്പൂരിക്ക് ഭഗവതി വളരെ വിശേഷം. സൂര്യകാലടിക്ക് ഗണപതി ഉള്ളതുപോലെ കല്ലൂരാമ്പൂരിക്ക് ഭഗവതി, അവരുടെ ഭഗവത് സേവ വളരെ വിശേഷപ്പെട്ട ഇതാണ്. അങ്ങനെ ഓരോ പരമ്പരയായിട്ട് അതാ പറഞ്ഞത്. അത് ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച സംഗതി ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അതിനെ നഷ്ടപ്പെടുത്താതെ തേച്ച് മിനുക്കി കൊണ്ടുവന്ന് അതിനൊരു ഉപാസനാ സങ്കല്പം വരികയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാവാം ഈ ഒരു ധ്യാനഭാവം. ഇതെല്ലാം ഒരു ശ്രീചക്ര ഉപാസനയുടെ ഭാഗമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ വല്ലതുമുണ്ടോ? ഇപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ 11 ദേവതാ സങ്കല്പങ്ങൾ ആ പീഠത്തിൽ. അതെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ തെക്കൻ ശരിക്കും ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് വടക്കൻ തന്നെയാണ്. ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ കാലടി എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് തന്നെയുണ്ട്. കുറ്റിപ്പുറം അടുത്ത് കാലടി പഞ്ചായത്തുണ്ട്. അപ്പോൾ അവിടുന്ന് പോയ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇല്ലത്തേക്കായിരുന്നതും ഈ പറഞ്ഞ പോലെ ഓരോ പരമ്പരയ്ക്കും അവരുടേതായിട്ടുള്ള ഉപാസനാമൂർത്തികളുണ്ട്. ഈ പരമ്പരയെ സംബന്ധിച്ചോളം പരമപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഗണപതിയും സൂര്യനും. ഇതിൽ ഈ ശ്രീചക്ര ഉപാസനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വരുന്നത്? അതിപ്പോൾ എൻ്റെയൊക്കെ
കാലഘട്ടത്തിൽ വരെ ഇപ്പോൾ ഏട്ടനായപ്പോഴത്തേക്കും കുറച്ചുകൂടി അതിനെ കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുത്തു. ഈ പറഞ്ഞ പോലെ പീഠത്തിൽ ഈ പറഞ്ഞ പോലെ വടക്കൻ ദേശത്തു നിന്ന് നമ്മൾ അങ്ങോട്ട് പലായനം നടത്തിയതിൻ്റെ കഥകളും അത് വേറെ ഉണ്ട് കേട്ടോ. അതിൽ അങ്ങനെ വന്നപ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മൾ അന്ന് ആചരിച്ചു വന്ന ഉപാസനാ സങ്കല്പങ്ങളെയൊക്കെ തന്നെ കൊണ്ടുവന്ന കൂട്ടത്തിലാവാം. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ ശ്രീലകത്ത് ഇപ്പോഴും ശ്രീചക്രം ഉണ്ട്. അത് വലിയ കേമമായിട്ടുള്ള രീതിയിലുള്ള ഇപ്പോൾ ഉപാസനാ സങ്കല്പങ്ങൾ പല രീതിയിൽ ഇതിൻ്റെ ശ്രീചക്രം മാത്രം ഉപാസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഉപാസകരായിട്ടുള്ളവർ, അതിനെങ്ങനെ കണ്ടമാനം എള്ളു കീറി പഠിച്ച് അതിനെക്കുറിച്ച് പഠിച്ച ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ തന്നെ അനവധി ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതൊന്നും അത്രയ്ക്കൊന്നും ഇതില്ല. നവാവരണം അവിടം വരെയൊക്കെ അല്ലാതെ അതിനപ്പുറത്തിനെക്കുറിച്ചുള്ള എനിക്ക് അറിവില്ല. പക്ഷേ ശ്രീചക്രരാജ സിംഹാസനേശ്വരിയായിട്ടുള്ള ദേവി തന്നെയാണ് ഭഗവാൻ മഹാഗണപതിയുടെ മടിയിൽ ഉപവിഷ്ടയാക്കിയിരിക്കുന്നത് എന്ന് വിഭൂതി എന്നാണ് നമ്മൾ മന്ത്രത്താൽ ഉച്ചരിക്കാറ്. അത് സാക്ഷാൽ ഈ ശ്രീചക്ര രാജസിംഹാസനേശ്വരിയായിട്ടുള്ള ദേവി തന്നെയാണ്. അതാണ് ആദിപരാശക്തി. ഒരു രഹസ്യമല്ലേ? അതെ, അത് രഹസ്യമല്ലല്ലോ. അങ്ങനെയുള്ള ധ്യാനഭാവത്തിനൊരു രഹസ്യമുണ്ട്. അതിൻ്റെ മൂലത്തിന്, ഛന്ദസ്സിന്, ന്യാസത്തിന്, അതിൻ്റേതായിട്ടുള്ള ക്രമങ്ങൾക്ക്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ ഹോമാദികളുണ്ട്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില രീതികളുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ഹോമങ്ങളൊക്കെ പണ്ടെങ്കോ നടത്തിയിട്ടുണ്ടാവാം. 8 ദിക്കുകളിലായിട്ട് ഒരേ സമയത്ത് കിട്ടുന്ന സാധനങ്ങളായിരിക്കില്ല. അതിങ്ങനെ കടലിലെങ്ങനെ തിരയടിക്കുന്നോ അതുപോലെ വേണം ഓരോ സമയത്തും തയ്യാറാക്കാൻ. അപ്പോൾ ഉദാഹരണം ഒരു പാല് തന്നെ, പശുവിൻ പാല്. പശുവിൻ പാല് തിരയടിക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ വലിയ വലിയ വട്ടളക്കകത്തായിരിക്കണം വെക്കേണ്ടത്. ഇതുപോലെ 8 സമിത്തുകൾ 8 ദിക്കിലായിട്ട് വെച്ച്, അപ്പം ഈ അഗ്നി ഇത്രയും സംഗതി ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ അർപ്പിക്കുമ്പോൾ ഈ അഗ്നി കെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തൊരു അഗ്നിയായിരിക്കും. 2007 വിശ്വമഹാഗണപതിയാകും നമ്മൾ 10,008 നാളികേരം വീതം ഓരോ ഹോമകുണ്ടത്തിൽ നമ്മൾ അർപ്പിച്ചു. അതിൻ്റെ തന്നെ 12 അടിയോളം പൊക്കത്തിലായിരുന്നു ഇതിൻ്റെ അഗ്നി ജ്വലിച്ചത്. 10,000 നാളികേരം തന്നെ ഹോമിച്ചപ്പോൾ. അപ്പം ഇത്രയും സംഗതി ഹോമിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അതിൻ്റെ വ്യാപ്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. അപ്പം അത് എന്ന് നടന്നെന്നോ ഒന്നും നമുക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രമാണം, അങ്ങനെ ഒരു നിയമം ഈ കുടുംബത്തിനുണ്ട്. എൻ്റെ ഓർമ്മയിൽ അത് ചെയ്തതായിട്ട് ഇല്ല. പിന്നെ ഗുരുതി സങ്കല്പങ്ങൾ, ഓരോ ഈ പറഞ്ഞ പോലെ യക്ഷികൾ തുടങ്ങി. ഗുരുതി സങ്കല്പങ്ങൾ യക്ഷിക്ക് മാത്രമാണോ വരുന്നത്? അത് ദേവീ സങ്കല്പം ഉണ്ട്. ഭദ്രകാളിക്കും ഒക്കെ, കാളി കൽപ്പകത്തിലെ ഭദ്രകാളി ഗുരുതി സമ്പ്രദായം ചെയ്യാറുണ്ട്. യക്ഷിക്കുണ്ട്. ഉണ്ട്. പിന്നെ അതാത് പ്രാദേശികമായിട്ടുള്ള ചില മൂർത്തികൾ. ഇനി കൗളാചാരമുള്ള അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അങ്ങനെയുള്ളതിനും ഗുരുതി ഉണ്ടല്ലോ, തർപ്പണാദികളൊക്കെ. അതിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ നോക്കിക്കോളൂ, ഈ മതിൽക്ക് വെളിയിലാണ് നടക്കുന്നത്. വടക്ക് വശത്ത് മതിൽക്ക് വെളിയിലാണ് ഇങ്ങനത്തെ തർപ്പണാദികളൊക്കെ നടക്കുന്നത്. അതിന് പ്രത്യേക വാളോ അങ്ങനത്തെ ചില ഉപാധികളല്ലാതെ വിഗ്രഹോപാധികളിലേക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പതിവില്ല. അപ്പോൾ അതുപോലെ ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ആറാട്ടിന് ഇറങ്ങുന്ന സമയത്ത് അകത്തെ സാത്വിക ഭാവത്തിലിരിക്കുന്ന ഇന്ദ്രാദി സപ്തമാതൃക്കൾക്കൊക്കെയാലും തികച്ചും വ്യത്യസ്തമായിട്ടാണല്ലോ പുറത്ത് അഷ്ടദിക്പാലകർക്കും പുറത്ത് അദൃശ്യമായിട്ടുള്ള ചില ശക്തി ചൈതന്യങ്ങളുണ്ട്. ഈ ക്ഷേത്ര സങ്കേതത്തിലെ ഇതിനകത്തൊക്കെ തന്നെ ഓരോരോ ദിക്കിലും ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള, ഇപ്പോൾ ദൃശ്യമായിട്ട് കാണുന്നത് നമ്മൾ ബലിക്കല്ലുകളായിട്ട് കാണുന്നതെങ്കിൽ മറ്റേത് അദൃശ്യമായിട്ട് ചില സംഗതികളുണ്ട്. അവർക്കും ഈ അദൃശ്യമായ ദേവതകളാണോ അതോ ദേവത എന്ന് പറയാൻ പറ്റിയ ശക്തികൾ, അതായത് ആ ദേവന്റെ അകത്തെ പ്രധാന മൂർത്തിയുടെ പരിചാരകരായിട്ടുള്ള, ഇപ്പോൾ വലിയ ബലിക്കല്ലിനെ നമുക്ക് വിവരിക്കാൻ പറ്റുന്ന ആ സർവ്വസൈന്യാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ബലിക്കല്ല്, വലിയ ബലിക്കല്ല് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക്. പിന്നെ അവിടെ വീണ്ടും 2 അദൃശ്യമായിട്ടുള്ള സംഗതികളുണ്ട്. ആ വല്യമ്പലത്തിൻ്റെ 2 ദിക്കിലായിട്ടുള്ള അദൃശ്യമാണ്. അവിടെയൊക്കെ ഈ ആറാട്ട് വലിക്കും അല്ലെങ്കിൽ മറ്റേ ഉത്സവ വലിക്കുക, മറ്റേ ശ്രീഭൂത വലിക്കും ഒക്കെ ആ സമയത്ത് ഇലയിലോ എന്തിലെങ്കിലും അവിടെ തൂവുകയുള്ളൂ. അതേസമയം മറ്റേതൊക്കെ ഇന്ദ്രാദി സപ്തമാതൃക്കളൊക്കെ നമുക്കൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് കാണാൻ പാകത്തിനുള്ള ബലിക്കല്ലുകൾ അവിടെയുണ്ട്. ഇന്ദ്രൻ, അഗ്നി, വരുണൻ തുടങ്ങിയിട്ടുള്ള സംഗതികൾ, സോമൻ, യമൻ,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ ബലിക്കല്ലുകൾ നമുക്ക് കാണാൻ പാകത്തിനുണ്ടെങ്കിൽ, ദിക്പാലകരാണെങ്കിലും നമുക്ക് കാണാൻ പാകത്തിനുണ്ടെങ്കിൽ, അദൃശ്യമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അവർക്കൊക്കെ ദൂരേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടവരുണ്ട്, സാമീപ്യമായിട്ടുള്ളതും ദൂരേക്കുള്ളവരുമായിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഈ ദേവൻ്റെ പ്രധാന മൂർത്തിയുടെ പരിചാരകരും അതിനോടനുബന്ധം അദ്ദേഹം മഹാരാജാവായിട്ടാണ് കണക്കാക്കുന്നത്. ആ മഹാരാജാവിൻ്റെ കൂടെ മന്ത്രിയുണ്ട്, മറ്റേ പടയാളികൾ കാണും, അതിനകത്ത് ദേശീയഭാവത്തിൽ ഇരിക്കുന്നവർ കാണും, സാത്വിക ഭാവത്തിൽ ഇരിക്കുന്നവർ കാണും. അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാവുമ്പോഴേ ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണത വരുവുള്ളൂ. ഈ സൂര്യകാലടി മനയിലിരിക്കുന്ന മറ്റ് മൂർത്തികൾ ഏതൊക്കെയാണ് എന്നൊന്ന് പറയാമോ?